അജി എന്ന കൊല്ലം സ്വദേശിയെ നമ്മൾ നേരത്തെയും തത്സമയം റിപ്പോർട്ടറിലൂടെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അന്ന് അജിയെ പരിചയപ്പെട്ടപ്പോൾ അജി ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ആ അത്ഭുതത്തിന് പിന്നാലെ തന്നെ ഇപ്പോൾ അജി ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്, ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡ്സ്. നമുക്കൊന്ന് കണ്ടുവരാം. എയർ ഇന്ത്യയുടെ ദുബായ് വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു. വിമാനത്തിനുള്ളിലിരുന്ന കൊല്ലം സ്വദേശി അജി മൊബൈൽ ഫോണിൽ നോക്കി വല്ലാതെ പുഞ്ചിരിച്ചു. തൊട്ടടുത്തിരുന്ന സുഹൃത്തിനോട് ഒറ്റ വാക്കിൽ സന്തോഷമറിയിച്ചു. മറ്റൊന്നിനും കാത്തു നിൽക്കാതെ സുഹൃത്ത് സൂരജ് ക്യാബിൻ ക്രൂവിനടുത്തേക്ക് പാഞ്ഞു. സംഭവം അറിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസും മനോഹരമായി പുഞ്ചിരിച്ചു. പിന്നാലെ അനൗൺസ്മെന്റ്. ഓർത്തെടുക്കാൻ 4 സെക്കൻഡ്. സ്ക്രീനിലുണ്ടായിരുന്ന 48 നമ്പറുകൾ ഓർത്തു പറഞ്ഞ് ഗിന്നസ് റെക്കോർഡ് നേടിയ അജിക്ക് സഹയാത്രികർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഫ്ലൈറ്റ് മൂന്ന് സമയത്ത് ആനന്ദനം വിളിച്ച കൺഗ്രാജുലേഷൻ, ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നെട്ടി, കിട്ടിയോ? എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ക്യാപ്റ്റൻ വന്നിട്ട് അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത്. നമ്മളെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്നും പറഞ്ഞുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനവും ഭയങ്കര ഒരു അത്ഭുതമൊക്കെ തോന്നി. കാര്യം വിമാനം പറന്ന് മുകളിൽ എത്തുന്ന സമയത്താണ് ഇത് അനൗൺസ്മെന്റ് കേൾക്കുന്നത്. വല്ലാത്തൊരു നിമിഷമായി പോയി. കാത്തിരിപ്പിനിടയിൽ നേട്ടം വന്ന് കയറുമെന്നറിയാമായിരുന്നു. എന്നാൽ അത് പറന്നു വന്ന് വിമാനത്തിനുള്ളിൽ കയറുമെന്ന് കരുതിയിരുന്നില്ല. ആകാശത്തോളം പൊക്കമുള്ള നേട്ടത്തിന് നക്ഷത്രങ്ങൾ സാക്ഷിയായി. ദുബായിൽ അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം ഏറ്റുവാങ്ങിയ അജിക്ക് ഇത് ഇരട്ടി മധുരമായി. അജിയുടെ അസാമാന്യ പ്രകടനങ്ങൾ കണ്ടവർ പറയുന്നൊരു കാര്യമുണ്ട്. ഭൂമിയും ആകാശവും എന്ന വ്യത്യാസമില്ലാതെ നക്ഷത്ര തിളക്കത്തോടെ ഇനിയും നേട്ടങ്ങൾ പിറക്കുമെന്ന്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വാങ്ങാനായി വിമാനത്തിൽ ഇങ്ങനെ പറന്നുയരുമ്പോഴാണ് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുന്നു എന്ന കാര്യം അജി അറിയുന്നത്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രാഹുൽ ജി നാഥാണ് നമുക്കൊപ്പം ചേർന്നത്. രാഹുൽ, ഈ IQ മാൻ ഓഫ് കേരളയെ രാഹുൽ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ അജിയുടെ മുന്നിലിരുന്ന് അത്ഭുതപ്പെട്ടതുപോലെ തന്നെ നമ്മളും അത്ഭുതപ്പെട്ടു. ഈ 4 സെക്കൻഡ് കൊണ്ട് 48 നമ്പേഴ്സ് എഴുതി വെച്ചിരിക്കുന്നു, അത് പെട്ടെന്ന് കാണാതെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയായിരുന്നു അല്ലേ? എന്തായാലും ആ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് അജി. നമുക്കും സന്തോഷം. ഒപ്പം രാഹുലിനും, നേരത്തെയും രാഹുൽ കണ്ടിട്ടുണ്ട്, രാഹുലിനും ഒരുപാട് സന്തോഷമായിരിക്കും അല്ലേ? വലിയ കൗതുകമുണ്ട് ഈ സ്റ്റോറി പങ്കുവയ്ക്കുമ്പോൾ. കാരണം കൃത്യമായി പറഞ്ഞാൽ നവംബർ 3-ാം തീയതിയാണ് അജി എന്ന IQ മാൻ ഇത്തരത്തിലൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിനായി അറ്റംപ്റ്റ് ചെയ്യുന്ന വാർത്ത നമ്മൾ കൊടുത്തത്. അതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ആ ഒരു നമ്പറുകൾ ഓർത്ത് പറയുന്ന സ്റ്റോറി കൊടുത്തത്. ഞാൻ നവംബർ 3 കൃത്യമായി പറയാൻ കാര്യം IQ മാനുമായി ബന്ധപ്പെട്ട സ്റ്റോറി ആയതുകൊണ്ട് വസ്തുതകളൊന്നും മാറ്റിവെക്കേണ്ട, കൃത്യമായി നമുക്കൂടെ ഓർത്ത് പറയാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്നായിരിക്കും നമ്മൾ സ്വാഭാവികമായി പറയുക. അപ്പോൾ ആ കൗതുകത്തിനൊക്കെ അപ്പുറത്തേക്ക് ഈ റെക്കോർഡ് ലഭിക്കുമെന്ന് അന്ന് തന്നെ ഉറപ്പായിരുന്നു. ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഞാൻ സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു നേട്ടം വാങ്ങാനായി ദുബായിലേക്കുള്ള ഫ്ലൈറ്റിൽ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അല്പം വൈകി എന്നുള്ളതാണ്. ആ ഫ്ലൈറ്റ് കൃത്യസമയത്ത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ എത്തിയ ശേഷമാകും, ദുബായിൽ എത്തിയ ശേഷമാകും ഈ ഒരു അറിയിപ്പ് ഉണ്ടാകുക, മെയിൽ കാണുക, കോള് വരിക എന്നുള്ളത്. അപ്പോൾ ഇതിൽ അത്രയും കൗതുകം ഉണ്ടായില്ല. കാരണം വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആകാശത്തിൻ്റെ ഏതോ കോണിൽ വെച്ച് ആകാശത്തോളം ഉയരമുള്ള ആ നേട്ടം IQ മാനെ തേടിയെത്തുന്നത്. അത്ഭുതമൊന്നും വ്യക്തിപരമായി എനിക്കില്ല. കാരണം ഈ നേട്ടം സ്വാഭാവികമായി സ്വാഭാവികമായി വരും എന്നുള്ളത് തന്നെയായിരുന്നു നമുക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷേ ഈ ഒരു കൗതുകം അത് ഉണ്ടായതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് IQ മാനെ പറ്റി അറിയാൻ കഴിഞ്ഞു. ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വന്നു. അങ്ങനെ ആ ക്യാബിൻ ക്രൂവിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഒപ്പം യാത്രക്കാർക്കും ഈ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. അവരെങ്കിലും ഈ വീഡിയോ കണ്ട് അത്ഭുതപ്പെട്ട് കാണും. ഇത് പഠിക്കാൻ ഒരു IQ എന്ന വേദിയുണ്ട് എന്ന് മനസ്സിലാക്കി കാണുമെന്നുള്ളതാണ്. നമ്മൾ ഈ IQ പറ്റി പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ ഓർത്തു പറയാൻ, എങ്ങനെ നന്നായി പഠിക്കാം എന്ന ശീലമൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ അജി എന്ന് പറയുന്ന വ്യക്തി
നേതൃത്വം നൽകുന്ന ടീം ഇത്തരത്തിലൊരു പഠന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യവുമുണ്ട്. അപ്പോൾ എന്തായാലും കൗതുകങ്ങൾ അജി എന്ന് പറയുന്ന മനുഷ്യന് പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. നമ്മളെ വിസ്മയിപ്പിക്കുന്നു, പിന്നാലെ കൗതുകങ്ങൾ എത്തുന്നു. അതുകൊണ്ട് അത്രയും ഈ പറയുന്ന പോലെ ഓരോ കഥകളും മുന്നോട്ട് വരട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഈ കൗതുകമൊക്കെ സ്വാഭാവികമായി സംഭവിക്കുക. അല്ലെങ്കിൽ ആ റെക്കോർഡ് ഒന്നെങ്കിൽ ഭൂമിയിൽ നിൽക്കുമ്പോൾ, താഴെ നിൽക്കുമ്പോൾ ആയിരിക്കണം അത് അറിയേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ആകാശത്ത് വെച്ച് വിമാനയാത്രയിലാണ് അറിഞ്ഞത്. ആ കൗതുകം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞു. അനൗൺസ്മെന്റിലൂടെ അജി ആരാണെന്ന് അറിഞ്ഞു. അനൗൺസ്മെന്റും ആ ഒരു സന്തോഷ നിമിഷം നമുക്കും കാണാൻ സാധിച്ചു എന്നതാണ്. എന്തായാലും അജി രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിസ്മയങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഒരു അവാർഡ് നേട്ടം ഉണ്ടായപ്പോൾ മറ്റൊരു അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ ആ വിമാനത്തിൽ വെച്ച് ഇങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭ്യമായിരിക്കുന്നു എന്ന കാര്യം അറിയുന്നു. അങ്ങനെ ആ ഒരു വിസ്മയ കാഴ്ച നമുക്കും കാണാൻ സാധിച്ചു. ശരി രാഹുൽ.